അവിഹിതം. രചനാവതരണം നന്ദു കൃഷ്ണ. ചോദ്യത്തിന്റെ തീക്ഷ്ണതയോ വാക്കുകളുടെ കടുപ്പമോ ഒരു നിമിഷം അവന്റെ ആ വാക്കുകളിൽ അവൾ തറഞ്ഞു നിന്നുപോയി. പിന്തിരിഞ്ഞവനെ നോക്കിയത് ദേഷ്യത്തോടെയായിരുന്നു എന്ന് അവന്റെ മാറിയ മുഖം കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്തിനു വേണ്ടിയാണ് ആള് തന്റെ മുന്നിൽ ഇങ്ങനെ മറ്റാരോടുമില്ലാത്ത ഈ ദേഷ്യവും ഭാവമൊക്കെ? അതിനു മാത്രമൊന്നും ആദർശന് ദേവിയോട് പക തോന്നാൻ? ചിന്തകളുടെ തേരിൽ അവളുടെ കൈമുറുകി. അക്ഷൗണി വല്ലാത്തൊരു ശബ്ദത്തോടെ യുദ്ധക്ഷേത്രത്തിൽ താളം ചവിട്ടി നിന്നു. ആദ്യേട്ടന് 8:30 മരുന്നുണ്ട്. ആഹാരം കഴിച്ചു കഴിഞ്ഞാല് അത് എടുത്തു തരാൻ പറ്റുള്ളൂ. കുറച്ചു മുന്നേ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ അവൾക്ക് തോന്നിയില്ല. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി താ. പെണ്ണുങ്ങളെ കണ്ടമാനം നോക്കി നടക്കുന്ന എന്റെ മുറിയിൽ വന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് പേടിയില്ലേ? ഇത്തവണ പൊടിക്ക് വാശിയും കൂടി അതിൽ കലർന്നു. ഈ മരുന്ന് 3 എണ്ണമാണിപ്പോൾ കഴിക്കേണ്ടതെന്ന് തോന്നുന്നു. ഞാൻ ആരതിയോടൊന്ന് ചോദിച്ചിട്ട് വരാം. അപ്പോഴേക്കും ആഹാരം എടുത്ത് കഴിക്കൂ. നിനക്കെന്താടി ചെവി കേട്ടൂടെ? ഒരു കാര്യം തന്നെ എത്ര തവണ ചോദിപ്പിക്കും? വാശി ദേഷ്യത്തിലേക്ക് മാറാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. ഒരു കാര്യം തന്നെ 1000 തവണ ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ചോദിക്കാൻ പാടില്ല എന്ന് ആദ്യേട്ടന് അറിയില്ലേ? ഇത്തവണ അവന്റെ കണ്ണിൽ നോക്കിയത് പറയുമ്പോൾ ഒരിക്കൽ പോലും അവളുടെ ഇമകൾ ചിമ്മിയില്ല. അവനിൽ ആ ചോദ്യം തീർത്ത പതർച്ച ഒരു നിമിഷത്തേക്കാണെങ്കിലും അവൾ കൃത്യമായി കണ്ടു. അതൊരു പക്ഷെ സ്വന്തം പരാജയമാണെന്ന് തോന്നിയതുകൊണ്ടാകും അവൻ പിന്നിലേക്ക് ഒത്തിമാറി. വലതു കൈയിലെ വടിയും ഇടതുകാലിലെ കെട്ടും എല്ലാം കൂടെ ആള് നേരെ നിൽക്കാൻ നല്ലോണം ബുദ്ധിമുട്ടുന്നത് അവൾക്ക് മനസ്സിലായി. അതുവരെ മുന്നിലേക്ക് ഇരച്ചു കയറി നിന്ന ദേഷ്യം ആ ഒരു നിമിഷം കൊണ്ട് താഴ്ന്നു. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? ആ കട്ടിലേക്ക് ഇരിക്ക്. എന്നിട്ട് എന്താണെന്ന് വെച്ചാ ചോദിക്ക്. അനുതാപത്തോടെ അവന്റെ കയ്യിൽ പിടിച്ചിരുത്താൻ നോക്കിയെങ്കിലും തന്റെ കൈ തട്ടിമാറ്റിയാണ് അവൻ ദേഷ്യം കാണിച്ചത്. നിന്റെ ഈ ദയൊന്നും എനിക്ക് വേണ്ട. അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ വെറുപ്പോടെ എന്നെ നോക്കിയ നിന്റെ ആ കണ്ണുകൾ ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ കണ്ടില്ലെന്ന് കരുതിയാണ് മോളിപ്പോയി സഹതാപമൊക്കെ കാണിക്കുന്നെങ്കിൽ മോൾക്ക് ആള് മാറിപ്പോയി. ഇത് ആദർശാണ്, ആദർശ്. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞ ആള് നേരെ നോക്കി. വെറുപ്പോടെയോ? ഞാനോ? ഞെട്ടിക്കൊണ്ട് ചോദിച്ചു പോയതുകൊണ്ടായിരിക്കും ശബ്ദം ഉയർന്നുപോയി. അതെ, നീ. ഞാൻ കണ്ടിരുന്നു അന്ന്. ആ മുഖം താന്നു. ഓർമ്മയിലേക്ക് ഊളിയിട്ട് ആ നിമിഷം ആലോചിക്കുമ്പോൾ സത്യമാണ്, താൻ മുഖം തരിച്ചിരിക്കുന്നു. പക്ഷെ അതൊരിക്കലും വെറുപ്പ് കൊണ്ടോ വിദ്വേഷം കൊണ്ടോ അല്ലായിരുന്നു. അന്നുവരെ ഒരു ഗജരാജന്റെ തലയെടുപ്പോടി നിന്നവൻ ഒരു നിമിഷം തന്റെ മുന്നിൽ തലകുടിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ചിന്തയും ഒപ്പം അവന്റെ ആ വിഷമവും കണ്ടപ്പോൾ തന്റെ ഉള്ളിൽ ഉറവ പൊട്ടി പുറത്തേക്ക് ഒഴുകാൻ നിന്ന പ്രണയം അവൻ കണ്ടുപിടിച്ചാലോ എന്നുള്ള ഭയമായിരുന്നു അതിന് പിന്നിൽ എന്ന് താൻ എങ്ങനെയാണ് ഈ നിൽക്കുന്നവനോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുക? പൂർണ്ണമായും നിസ്സഹായ പോലെ അവൾ ആ ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഈ നിമിഷം ഒന്ന് കടന്നുപോയിരുന്നെങ്കിൽ, ചിന്തകളുടെ ഭാരം ഏതുമില്ലാതെ അവൻ തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, പ്രണയം മറച്ചു പിടിക്കാൻ കഴിയാതെ പാതിപ്പറന്ന് തന്നിൽ നിന്നും അകന്നു പോകുന്ന ഹൃത്തിനെ വലിഞ്ഞു മുറുക്കി ആരും കാണാതെ എവിടെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെക്കാൻ സാധിച്ചെങ്കിൽ. അവളുടെ നിസ്സംഗഭാവത്തിലുള്ള നിൽപ്പ് അവന് പിന്നെയും ദേഷ്യം വരാൻ തുടങ്ങി. ഇത്രയുമൊക്കെ താൻ പറഞ്ഞിട്ടും അവൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ സാധിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? അപ്പോ തന്റെ ഊഹം ശരിയായിരുന്നു. അവൾക്കും താൻ വെറുമൊരു ദേഷ്യത്തിനപ്പുറം വല്ലാത്തൊരു വികാര തീവ്രത അവനിൽ പിടിമുറുക്കി. ശ്രീ, നീ ഇനി ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. പൊക്കോ. വാശിയോടെ പറയുന്നതിനെ ദേവി ഒന്നും മിണ്ടാതെ നോക്കി നിന്നു. എങ്ങനെയാണ് താൻ ഇവനെ ഒന്ന് തിരുത്തുക? അല്ലെങ്കിൽ താൻ എന്തു പറഞ്ഞാലാണ് അവന് തന്നെ വിശ്വാസമാവുക? വിവശത ആ നേരം കണ്ണീരായാണ് അവൾക്ക് മുന്നിലേക്ക് വന്നത്. ശ്രീ, ഞാൻ പറഞ്ഞല്ലോ, കണ്ണു തുടച്ചിട്ട് പുറത്തേക്ക് പൊക്കോളൂ. അല്ലെങ്കിൽ പിന്നെ ഇനി ആരതി എങ്ങനെ കണ്ടിട്ട് വന്നിട്ട് അതിനും ഞാൻ തന്നെ പഴി കേൾക്കേണ്ടി വരും. അല്ലേലും പെൺപിള്ളേരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാനിപ്പോ വലിയ ആളല്ലേ? കാണുന്നവർക്കും അതേ തോന്നും. വല്ലാത്തൊരു സങ്കടമുണ്ടായിരുന്നു അവന്റെ ഓരോ വാക്കിലും. പക്ഷെ ആ നേരം അതൊന്നും അവൾക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ കേട്ടില്ലെന്ന് തന്നെ പറയാം. സ്വന്തമായി ഏങ്ങിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവളെ എങ്ങനെയാ മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കുക? ഇനിയും കൂടുതൽ നേരം ഇവിടെ നിന്ന് അവനിൽ നിന്നും ഒന്നും കേൾക്കാൻ വയ്യാത്തതിനാൽ അവൾ പതിയെ പുറത്തോട്ടിറങ്ങി. കരഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പോകുന്നവളെ അവനും കണ്ടു. എന്തിനാപ്പോ അവളിങ്ങനെ കരയാൻ മാത്രം? അതിന് മാത്രം ഞാൻ എന്തെങ്കിലും പറഞ്ഞോ?
അവളുടെ മനസ്സിൽ എന്തായാലും ഞാനൊരു ആഭാസനും കൊള്ളരുതാത്തവനുമാണ്. അന്ന് അച്ഛൻ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴുള്ള അവളുടെ മുഖഭാവത്തിൽ നിന്നും തന്നെ തനിക്കത് മനസ്സിലായതാണ്. പിന്നെന്തിനാവോ ഇങ്ങനെയൊരു പ്രകടനം? ആലോചിച്ച് നോക്കുന്തോറും കയറ് മുറുകും പോലെ ചിന്തകൾ അവനിൽ പിടിമുറുക്കി ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. ഇനിയും ഓരോന്നാലോചിച്ചാൽ ഭ്രാന്തു പിടിച്ചു പോകുമെന്ന് തോന്നിയതുകൊണ്ടാകും അവൻ കണ്ണടച്ച് കട്ടിലേക്ക് ചാരിയിരുന്നു. അങ്ങനെ ഇരുന്ന് മയങ്ങിപ്പോയി. അല്പനേരം കഴിഞ്ഞതും ഉറക്കം ഞെട്ടി. കാല് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മരുന്ന് കഴിക്കാതെയാണ് താൻ ഇതുവരെ ഉറങ്ങിയതെന്ന് അവൻ ഓർക്കുന്നത്. അവൻ കാല് പതിയെ നിലത്തേക്ക് ഇറക്കി വെച്ചതും അതുവരെ ബലം മുഴുവൻ കൊടുത്ത് ഇടതുകൈ തെന്നി കട്ടിലിന്റെ പടിയിൽ പോയി ഇടിച്ചു. അമ്മേ! വേദനയ്ക്കുമപ്പുറം പിരിവിൽ നിന്നൊരു പെരുപ്പ് തലച്ചോറിനറ്റം വരെ മുകളിലേക്ക് പാഞ്ഞു കയറി. മരണവേദനയോടെ കൈപിടിച്ച് തല മുകളിലേക്ക് ഉയർത്തുമ്പോൾ കാണുന്നത് പെട്ടെന്ന് എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട പോലെ മുന്നിൽ നിൽക്കുന്ന ദേവിയാണ്. എന്തു പറ്റി ആദ്യേട്ടാ? കൈ ഇടിച്ചു. താങ്ങി വെച്ചിരിക്കുന്ന കൈ കാട്ടിയവൻ കണ്ണിറുക്കി വേദന കടിച്ചു പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും അവനെ ചതിച്ചുകൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകി. അവന്റെ ആ വേദന സമയം കൊണ്ട് തന്നെ ദേവിക്ക് മനസ്സിലായി. കൂടുതൽ ചോദ്യം പറച്ചിലും ഒന്നുമില്ലാതെ അവൾ അവനെ കട്ടിലേക്ക് കയറ്റിയിരുത്തി. അവൻ നേരെയിരുന്നു തോന്നിയതും കുറച്ചു മുന്നേ മേശപ്പുറത്ത് കണ്ട മൂവിന്റെ ഓയിൽമെന്റ് എടുത്തുകൊണ്ട് വന്ന് നീലിച്ച ആ ഭാഗം പതിയെ തടവി കൊടുത്തു. മുന്നിലിരിക്കുന്ന ആഹാരം അങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മരുന്നും കഴിച്ചു കാണില്ലെന്ന് അവന് മനസ്സിലായി. ഒരു നേരം വേദനയുടെ മരുന്ന് മുടങ്ങിയാൽ തന്നെ എത്രത്തോളം അവനെ ബാധിക്കുമെന്ന് ഗീതമായി പറഞ്ഞ് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നിൽ അടച്ചു വെച്ചിരുന്ന പാത്രം കയ്യിലെടുത്തവന്റെ മടിയിലേക്ക് കൊടുത്തു. പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ഞെട്ടി. ആരോടുള്ള വാശിയും ആഹാരത്തിൽ തീർക്കേണ്ട കാര്യമില്ല. ഇത് കഴിച്ചാലേ മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൈക്കൊപ്പം ഇനി കാലിന്റെ വേദന കൂടി അനുഭവിക്കേണ്ടി വരും. ഈ നേരം കൊണ്ട് നല്ല വേദന അനുഭവിച്ചത് കൊണ്ടാകും തർക്കിക്കാൻ നിൽക്കാതെ അവൻ പതിയെ കഴിക്കാൻ തുടങ്ങി. മൊത്തം കഴിച്ചു കഴിഞ്ഞതും ചായയും കയ്യിലേക്ക് എടുത്തു കൊടുത്തു. കൈ കഴുകി വാ തുപ്പാനായി ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ മുന്നിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രത്തിൽ വെള്ളം നീണ്ടുവന്നു. കൈ ഇതിൽ കഴുകിയാലും വാ കഴുകാൻ ഞാൻ ബാത്റൂമിൽ പോണ്ടേ ശ്രീ. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ താൻ ആ കമ്പ് എനിക്കൊന്ന് വൃത്തിയായി പിടിച്ചു തന്നാൽ മതി. ഞാൻ പയ്യെ പോയിട്ട് വരാം. മുന്നേ അവനിൽ കണ്ട ആവേശം ഇപ്പോൾ തീർത്തും നഷ്ടമായി കഴിഞ്ഞിരുന്നു. വാ കുലുക്കി തുപ്പാൻ ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം തന്നാൽ മതിയോ? അവിടെ വരെ പോകേണ്ട കാര്യമുണ്ടോ? ആശങ്കയായിരുന്നു ആ മുഖത്തപ്പോൾ. അതേസമയം കാലിന്റെ വേദനയ്ക്കൊപ്പം തന്നെ ഇപ്പൊ പിടിച്ച കൈയിലെ നീലിച്ച പാടുകൾ കണ്ടപ്പോൾ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ദേവിക്ക്. അവളുടെ ആ ചോദ്യവും പറച്ചിലും ആദി ഒരു നിമിഷം നോക്കി നിന്നുപോയി. കുറച്ചു മുന്നേ തനിക്ക് മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയവളല്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിയവന്. ഈ നിൽക്കുന്നവളുടെ മുഖത്തിപ്പോൾ കാണുന്നത് തന്നോടുള്ള വെറുപ്പല്ല, മറിച്ച് തന്റെ അമ്മയെപ്പോലെ ഈ നിമിഷം താൻ അനുഭവിക്കുന്ന വേദനയുടെ പുറത്തുള്ള ആശങ്കയാണെന്ന് കണ്ടതും മനസ്സിൽ അതുവരെ എരിഞ്ഞുകൊണ്ടിരുന്ന കനലിന് ഒരല്പം ആശ്വാസം തോന്നി. ഞാൻ എടുത്തിട്ട് വരാം. അവനിൽ നിന്നും മറുപടി ഒന്നും കിട്ടുന്നില്ലെന്ന് കണ്ടവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ബാത്റൂമിലും പോണം, പതിയെ അവൻ പറഞ്ഞു. പിടിച്ചു നിർത്തിയ പോലെ അവൾ നിന്നു. അടുത്തേക്ക് ചെന്ന് ആദ്യം പ്ലാസ്റ്ററിട്ട കാല് നിലത്തേക്ക് താങ്ങി വെച്ചു. പിന്നെ ആളെ നേരെ ഇരുത്തി വലതു കൈയിലേക്ക് വടി കൃത്യമായി വെച്ചു കൊടുത്തു. ഇടതു കൈയുടെ വേദന അറിയാവുന്നതുകൊണ്ട് തന്നെ പതിയെ കട്ടിൽ നിന്നും താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ ഒത്തുന്നതനുസരിച്ച് ഇടതു കൈയിലെ പിടി അവൾ ഇടയ്ക്കിടയ്ക്ക് മുറുക്കിയും അയഞ്ഞും വന്നു. ഇടം കൈയിൽ അവളുടെ പിടുത്തം അയയുമ്പോൾ ഇടർന്ന കാൽപാദം കാണുകെ ഭയന്നവൾ പിന്നെയും തന്നെ മുറുകെ പിടിക്കും. ശരിക്കും തന്റെ ഒരു കൈയിലെ ഭാരം പോലും താങ്ങാൻ ആരോഗ്യമില്ലാത്ത കമ്പ് പോലൊരു പെൺകുട്ടി. പക്ഷേ എന്നാലും ഭയങ്കര ശ്രദ്ധയോടെയാണ് തന്നെ പിടിക്കുന്നതും കൊണ്ടു നടക്കുന്നതും. ആ ഭാവം കാണെ ചിരിച്ചുപോയി. അറിയാതെ പോലും തനിക്കൊരൽപ്പം വേദന വരരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പോലെയാണ് അവളുടെ ഓരോ പെരുമാറ്റവും. കുറച്ചു മുന്നേ താൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ലാത്ത പോലെയുള്ള അവളുടെ പ്രവൃത്തി അവനെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. ബാത്റൂമിലേക്ക് അവനെ വിട്ട് പുറത്തവൾ കാവലായി നിന്നു. തിരിച്ചിറങ്ങിയതും അതുപോലെ ശ്രദ്ധയോടെ പിടിച്ചവനെ കട്ടിലേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി. അവൻ സ്വസ്ഥമായാണ് ഇരിക്കുന്നതെന്ന് തോന്നിയതും അവള് മുറി വിട്ട് ഇറങ്ങാൻ തുടങ്ങി. ശ്രീ! അവന്റെ ആ പിൻവിളിയിൽ അവള് നിന്നു. അന്ന് ദക്ഷി വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ പോയത്.
വീട്ടിൽ ആരുമില്ലാത്തതുകൊണ്ട് ചേട്ടന്റെ ബൈക്കിലൊന്ന് കറങ്ങാൻ പോകണമെന്ന് അവൾ പറഞ്ഞപ്പോ എതിർക്കാൻ തോന്നിയില്ല. അവിടെ ചെന്നവൾ തന്ന ജ്യൂസ് കുടിച്ച നേരം അവളുടെ അമ്മാവൻ വന്നു. അയാളെ കണ്ടതും അവള് പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ നടന്നതൊക്കെ തനിക്കറിയാമല്ലോ. അല്ലാതെ അച്ഛൻ പറഞ്ഞ പോലെ ഞാനൊരു പെണ്ണിനെയും അവസരമുണ്ടാക്കി. ആ മുഖത്ത് ദേഷ്യവും സങ്കടവും വാശിയും ഒക്കെ മിന്നിമാഞ്ഞു. അവന്റെ മുഖത്ത് ആ സമയമുണ്ടായിരുന്ന വികാരം ഏതെന്ന് മനസ്സിലാക്കുന്നതിൽ ദേവി ശരിക്കും പരാജയപ്പെട്ടുപോയി. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. അവളുടെ മുഖത്ത് നോക്കിയത് പറയുമ്പോൾ സത്യത്തിൽ അവളത് വിശ്വസിക്കണേന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ഈ ദിവസം വരെ അച്ഛനോടോ അമ്മയോടോ പോലും പറഞ്ഞ് തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് തോന്നാത്തിടത്ത് ഇന്ന് അവൾ തന്നെ മനസ്സിലാക്കണമെന്ന് തോന്നിപ്പോയി ആദിക്ക്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം എൻ്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച്ചു കൃഷ്ണയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.